ചിറയൻകീഴ് ശ്രീ ശാർക്കര ദേവീ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 13 നടക്കുമെന്ന് സംഘാടകർ. രാവിലെ 10:15 ഭണ്ഡാര അടുപ്പിൽ തീ പകരുന്നതും 11:30 മണിക്ക് നിവേദിക്കുന്നതുമായിരിക്കുമെന്ന് സംഘാടകർ ചിറയൻകീഴിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ശാർക്കര ദേവീ ക്ഷേത്രത്തിലെ 2025 പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 13 സമയം രാവിലെ 10:15 ഭണ്ഡാര അടുപ്പിൽ ദീപം തെളിയിക്കും. അതിനുശേഷം 11:30 ശേഷമുള്ള സമയത്ത് നിവേദ്യം നടത്തുന്നതായിരിക്കും. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പുതുതായി വന്ന ഉപദേശസമിതിയാണ്. 4 ദിവസം മാത്രമായിട്ടുള്ള ഉപദേശസമിതിയുടെ കാലാവധി. 4 ദിവസത്തിനകം കഴിയാവുന്ന ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇതിനകം തന്നെ കഴിഞ്ഞ 30-ാം തീയതി പഞ്ചായത്ത് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുടെയും വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു യോഗം നടത്തുകയുണ്ടായി. പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം ആ യോഗത്തിൽ വെച്ച് തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ ആ തീരുമാനം അനുസരിച്ചുള്ള ആദ്യത്തെ പ്രവർത്തനം വാട്ടർ അതോറിറ്റി 100 ടാപ്പുകൾ ക്ഷേത്ര കാമ്പൗണ്ടിൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പ്രവർത്തനം നടന്നു കഴിഞ്ഞു. ഇനി ക്ഷേത്ര കാമ്പൗണ്ട് പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികളെ 2 ദിവസത്തിനകം തന്നെ അവർ നിർത്തി പറമ്പിനകം മുഴുവൻ ചെത്തി വൃത്തിയാക്കി തരുന്നതിനുള്ള പ്രവർത്തനം ഉടനെ നടക്കും. അതുപോലെ തന്നെ കുടിവെള്ളത്തിന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിനെ മാത്രം ആശ്രയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ 5000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കുകളിൽ വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടുന്ന ഏർപ്പാടുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. പൊങ്കാല അടുപ്പ് കൂട്ടുന്നതിനാവശ്യമായ കല്ലുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആ കല്ലുകളിൽ ഒരു 6 ലോഡ് കല്ലുകൾ തരുന്നത് വിഷ്ണുഭക്തൻ ന്യൂ രാജസ്ഥാൻ മാർക്കറ്റ്സാണ്. എല്ലാ വർഷവും തരുന്നതാണ്. അതുപോലെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷത്തെയും പോലെ ഒരു ഭദ്ര ഓഡിറ്റോറിയത്തിൽ ഒരു താൽക്കാലിക ആശുപത്രി തുടങ്ങുന്നതിന് വേണ്ടി അവർ അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തി വരുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പരിസരം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള വീടുകളിലെ എല്ലാ കിണറുകളിലും ക്ലോറിനേഷൻ നടത്തുന്നത് മാത്രമല്ല പൊതുവിൽ ആരോഗ്യപരമായ കാരണങ്ങൾ അല്ലെങ്കിൽ ശുചിത്വ ഇല്ലായ്മയെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പിന്നെയുള്ള ആംബുലൻസ് സർവീസുകൾ നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഉൾപ്പെടെ പ്രൈവറ്റ് മേഖലകളിൽ നിന്നുള്ള ആംബുലൻസും എത്തിക്കാനായിട്ട് അവർ സമ്മതിച്ചിട്ടുള്ളതാണ്. പോലീസിൻ്റെ അവരുടെ പ്രധാന ക്രമസമാധാന പാലനവും അതുപോലെ ഗതാഗത നിയന്ത്രണമാണ് അവരുടെ പ്രധാന പ്രവർത്തനമായിട്ട് വരുന്നത്. അവർ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ആരംഭിച്ചിട്ടുണ്ട്. അവരതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി നമ്മൾ DSPയെ കൂടെ ഒന്ന് ബന്ധപ്പെട്ടുകൊണ്ട് DSPയുടെ നേതൃത്വത്തിലാണ് സാധാരണ പൊങ്കാലയ്ക്ക് അവർ ക്രമസമാധാന പാലനമെല്ലാം ഒരുക്കുന്നത്. DSPയെ നമ്മൾ 2 ദിവസത്തിനകം തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സമീപിക്കുന്നുണ്ട്. അതുപോലെ KSRTC കൂടുതൽ സർവീസുകൾ നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ സേവനം ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ EO ഇന്നിപ്പോൾ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡ് ആവശ്യമായ കൂടുതൽ പോറ്റിമാരെയും ജീവനക്കാരെയും നിയമിക്കുന്നതിനുള്ള അവരുടെ പേപ്പർ വർക്ക്സ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത്, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത യോഗവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. തലസ്ഥാന വാർത്തകൾ, ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
കോഴിക്കോട് റീബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.